നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. അദ്ദേഹം വിചാരിച്ച നിങ്ങളുടെ എന്ത് ആവശ്യവും നടക്കും. ഐ മീൻ ഇപ്പോ ആ സ്ത്രീ മറിച്ചു പറയണ്ടേ? അത് ഞാൻ സംസാരിക്കാം. അവരത് ചെയ്യും. ഇല്ലെങ്കിൽ തകരുന്ന അവരുടെ ജീവിതം തന്നെയായിരിക്കും. റേപ്പ് ചെയ്യപ്പെട്ടു എന്നൊരു കേസ് നിലനിൽക്കരുത്. ഇൻസ്പെക്ടർ, സീത ഉണർന്നു. അവളുടെ മൊഴിയെടുക്കണം. അത് അവരുടെ ഭർത്താവിന്റെ അഡ്വക്കേറ്റ് പറയുന്നത്. നോ, അവരുടെ ഭർത്താവിന്റെ അഡ്വക്കേറ്റ് അല്ല, അവരുടെ അഡ്വക്കേറ്റ് ആണ് പറയുന്നത്. അവളുടെ ഭർത്താവിന് പരാതി ഉണ്ടാവില്ല. കാരണം അയാൾ റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല. റേപ്പ് ചെയ്യപ്പെട്ടത് സീതയാണ്. അവൾക്ക് പരാതിയുണ്ട്. ആ സ്ത്രീയുടെ ലൈഫ് സ്പോയിൽ ചെയ്താൽ അതിനുള്ള ബാധ്യത. സ്റ്റോപ്പ് ഇറ്റ്. ഇത് കോടതിയല്ല, ഹോസ്പിറ്റലാണ്. അത് മറക്കണ്ട. ഇൻസ്പെക്ടർ, പ്ലീസ് കം. പറയൂ സീതേ, നിനക്ക് ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഒന്നും മറച്ചു വെക്കരുത്. ഇത് നിന്റെ മാത്രം പ്രശ്നമല്ല, ഓരോ പെണ്ണിന്റെയും പ്രശ്നമാണ്. നിനക്ക് മാത്രമല്ല രക്ഷ വേണ്ടത്, ഓരോ പെണ്ണിനും വേണം. പറയൂ സീതേ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ആരെയാണ്, എന്തിനാണ് നീ ഭയപ്പെടുന്നത്? ഹൃദയം കൊണ്ട് നീ പവിത്രയാണ്. പറയൂ. സൂക്ഷിച്ചു വിഴുങ്ങണേ. പതുക്കെ എന്താണ് കഴിച്ചു? കുറച്ചെല്ലാം കഴിക്കട്ടെ. എനിക്ക് വാതിലടയ്ക്കണം. സീതയും രണ്ട് സാക്ഷികളും ഒപ്പിടണം. നിങ്ങളൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ? എനിക്കറിയില്ല, അതുകൊണ്ട് തന്നെ. നിങ്ങളും സീതയും ഒരുമിച്ച് പാർട്ടിക്ക് പോയി എന്ന് പറഞ്ഞത് ശരിയാണോ? അത് ശരിയാണ്. ഇത്ര അടുത്ത് വീടുള്ളപ്പോ അന്നെന്തിന് ഹോട്ടലിൽ താമസിച്ചു? അത് ഞാൻ അല്പം കൂടുതൽ മദ്യപിച്ചിരുന്നു. ഓഹോ, അപ്പൊ ഭാര്യ ആവശ്യക്കാർക്ക് വിട്ടുകൊടുത്ത് നിങ്ങൾ കുടിച്ചു ബോധം കെട്ട് കിടന്നു. സർ, പ്ലീസ്, ഇത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കണം. ഞാൻ കാല് പിടിച്ച് പറയുന്നു, എന്റെ അഭിമാനം രക്ഷിക്കണം. പ്രശ്നം വഷളാക്കരുത്. സ്വന്തം ഭാര്യ ആശുപത്രിയിൽ കാഴ്ചവസ്തുവിനെ പോലെ കിടന്നിട്ടും തിരിഞ്ഞു നോക്കാത്ത നിങ്ങൾക്ക് അഭിമാനം. മിസ്റ്റർ രവീന്ദ്രനാഥ്, സീതയുടെ മൊഴി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ മൂന്നാം സാക്ഷിയാണ്. അവാർഡ് കിട്ടിയത് നന്നായി, ഇല്ലെങ്കിൽ വിഷമിച്ചേനെ. പത്രങ്ങളിലൊക്കെ നിറം പിടിപ്പിച്ച വാർത്തകളാ. ഏതായാലും പത്രക്കാർക്ക് കുറച്ചു ദിവസത്തേക്ക് നല്ല കോളായി. പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്ന ഏത് സമയത്തും കക്ഷികളെ ഹാജരാക്കിക്കൊള്ളാം. ഇവർക്ക് ജാമ്യം അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു. The order that I am appointed as the special public prosecutor for this case number 321 of 87 by the government. Your Honor, ഒരു പാവപ്പെട്ട സ്ത്രീ ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ട കേസാണിത്. IPC 376 വകുപ്പ് പ്രകാരം കഠിന ശിക്ഷ അർഹിക്കുന്ന ഇവർ, ഈ പ്രതികൾ സമൂഹത്തിൽ സ്വാധീന ശക്തി ഉള്ളവരും ധനാഢ്യരുമാണ്. ജാമ്യം അനുവദിക്കപ്പെട്ടാൽ ഇവർ തെളിവുകൾ നശിപ്പിക്കാനും മറ്റേതെങ്കിലും സ്വാധീനങ്ങൾ ഉപയോഗിച്ച് കേസ് ഇല്ലാതാക്കാനും ശ്രമിക്കും. ഒബ്ജക്ഷൻ യുവർ ഓണർ, ഇവർ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞിട്ടില്ല. ആ സ്ഥിതിക്ക് ഇവർക്ക് ജാമ്യം നിഷേധിക്കുന്നത് അനീതിയാണ്. There is a new amendment in the section 114A Indian Evidence Act. അത് പ്രകാരം കുറ്റം തെളിയിക്കേണ്ട ബാധ്യത പ്രോസിക്യൂഷനില്ല. ക്രൂരമായ കുറ്റം ചെയ്ത ഇവർക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുന്നു. The bail rejected.
സീതയുടെ അച്ഛൻ വന്നിട്ടുണ്ട്. പാവം മനുഷ്യൻ. രണ്ടുപേരും കുറെ കരഞ്ഞു. വേറെ ആരെങ്കിലും വന്നോ? ആ പത്രക്കാർ പിന്നെയും വന്നു. ഞാൻ കുറെ ചീത്ത പറഞ്ഞു. അച്ഛൻ വേണമെങ്കിൽ വീട്ടിലേക്ക് പൊയ്ക്കോ. എന്നും ഉറക്കളക്കണ്ട. ആ പോവാ. എപ്പോ വന്നു? ഉച്ചക്കെത്തി. രാവിലെ പത്രം കണ്ടപ്പോഴാ വിവരം അറിഞ്ഞത്. മോൾക്ക് 100 പുണ്യം കിട്ടും. ഉച്ചയ്ക്ക് മരുന്ന് കഴിച്ചോ നീ? എനിക്ക് രവിയേട്ടനെ ഒന്ന് കാണണം. നാളെ നമുക്ക് ഡിസ്ചാർജ് ആവാം. പിന്നെ കാണാലോ നിനക്ക്. മോളെ, ഞാൻ അങ്ങോട്ട് പോവാ. ഗോപാലനാർക്ക് പോരാം. ഇവിടെ കിടക്കാനൊക്കെ അസൗകര്യമാവും. അതെ, അതാ നല്ലത്. രാവിലെ വന്നാ മതിയല്ലോ. സീതേ, അച്ഛൻ നാളെ വരാം. ക്ഷമിക്കണം, കുറച്ച് കാശ് കൊടുക്കുന്നുണ്ട് ഞാൻ. അത് കയ്യിലിരുന്നോട്ടെ. ഇപ്പൊ കാശിനൊന്നും ആവശ്യമില്ല. ആവശ്യം വരുമ്പോ വാങ്ങിച്ചോളാം. പോരെ? എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ? എക്സ്ക്യൂസ് മീ, മിസ്സസ് സീത രവീന്ദ്രനാഥ് ഏത് റൂമിലെ സിസ്റ്റർ? ദാ ഇവിടെ 2ാമത്തെ മുറി. താങ്ക് യു. രാജി, ആ. ഒന്നോട്ട് വരും. എന്താ? വാ. എന്താ ഇവിടെ? അറിയില്ലേ? അതുകൊണ്ടാ ചോദിച്ചത്. നിനക്കിവിടെ എന്താ കാര്യം? അവളെ എന്റെ ആരാ? അനിയത്തിയോ? സുഹൃത്ത്. ഓ, എനിക്കൊന്നും അത്ര പിടിക്കുന്നില്ല. വെറുതെ വഴിയെ പോയ വയ്യാവേലെടുത്ത് തലയിൽ വെക്കണ്ട. എന്റെ ബോസ് അറിഞ്ഞിട്ട് എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞു. എന്തിന്? നിങ്ങളൊക്കെ കൂടിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന്. അല്ലെങ്കിൽ തേഞ്ഞു മാഞ്ഞു പോകുമായിരുന്നു. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ നിനക്ക്? ഇതെന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഇതിൽ ഇടപെടണ്ട. നിന്റെ ഈ താന്നോയത്തെ എന്നെയാ ബാധിക്കുന്നത്. അടുത്ത ജൂണിൽ സബ് ബാനറുടെ പോസ്റ്റ് വഴിയാ. അല്ലെങ്കിൽ തന്നെ അവിടെ ഓരോരുത്തർ മണിയടിച്ചുകൊണ്ട് നടക്കുക. അതിനിടയിലാ നിന്റെ വ്യക്തിപരം. ഉള്ള ജോലി നോക്കി നടക്കാതെ ഈ നാറ്റക്കേസിന് നടന്നുണ്ടല്ലോ. പതുക്കെ, ഇത് ആശുപത്രിയാണ്. ഏത് നരമായാലെന്താ? ആ വിമല തുള്ളുന്നത് കണ്ടാണോ നീ തുള്ളുന്നത്? അവൾക്ക് എങ്ങനെയാകാലോ? കുടുംബത്തിൽ ചോദിക്കാനും പറയാൻ ആണുങ്ങളില്ലല്ലോ. ആ കോന്തം വക്കീലിനെ പോലെ അല്ല ഞാൻ. മനസ്സിലായിക്കോ നീ? ഞാനത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞു. എന്ത്? ആ വക്കീലിന്റെ വ്യക്തിത്വം പോലും നിങ്ങൾക്കില്ലെന്ന്. നിങ്ങൾ വളരെ ചീപ്പാണ്. എനിക്ക് എന്നോട് തന്നെ അവജ്ഞ തോന്നുന്നു നിങ്ങൾ സ്നേഹിച്ചു പോയതിൽ. നിങ്ങളുടെ ഇഷ്ടത്തിനും അനിഷ്ടത്തിനും ജീവിക്കാൻ ഞാൻ തയ്യാറല്ല. അതിനെന്നെ പ്രതീക്ഷിക്കണ്ട. രാജി, കേസൊന്നും വേണ്ടിയിരുന്നില്ല. പിന്നെ എന്റെ ജീവിതം നശിച്ചു. ഇനി കേസ് നടത്തിയാലും അവരെ ശിക്ഷിച്ചാലും എനിക്ക് നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടൂ. ഇതാണ് നമ്മൾ പെണ്ണുങ്ങളുടെ തകരാറ്. എന്തിനങ്ങ് തോറ്റു കൊടുക്കും. അതുകൊണ്ടാ താഴ്ത്തപ്പെട്ടിരിക്കുന്നത്. സീതേ, ഇത് നിന്റെ മാത്രം വിധിയായിട്ട് കണക്കാക്കരുത്. കഴിഞ്ഞ തലമുറകൾ ഈ വിധിയുടെ നിഴലിലാണ്. ഈ ദുർവിധിക്കെതിരെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അതിന് നീ ഒരു കാരണമായി എന്ന് കരുതിയാൽ മതി. നോക്ക്, കരയല്ലേ. നോക്ക്, നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ചാരിത്രം, പാതിവൃത്യം ഇതൊക്കെ ഹൃദയത്തിലാണ്, ശരീരത്തിലല്ല. ഞാനിനി എങ്ങനെ രവിയേട്ടന്റെ മുഖത്ത് നോക്കും? നിന്റെ കുറ്റം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇവിടെ പുരുഷന് മാത്രമല്ലേ അന്തസ്സും അഭിമാനമൊക്കെ ഉള്ളൂ. ഇനി എന്നെ ഇഷ്ടപ്പെടാൻ അദ്ദേഹത്തിന് കഴിയും. എന്തുകൊണ്ട് കഴിയില്ല? നിന്നെ ഈ ദുരന്തത്തിലേക്ക് കൊണ്ട് എത്തിച്ചത് അയാളാണ്. എന്നിട്ടൊന്ന് തിരിഞ്ഞു നോക്കിയോ? രാജി, എപ്പോഴാ അവളെ ഡിസ്ചാർജ് ചെയ്യുന്നത്? റൗണ്ട്സ് കഴിഞ്ഞ് ഡോക്ടർ വന്നാലും ചെയ്യാന്നാ പറഞ്ഞത്. ഇവളെ വീട്ടിൽ കൊണ്ടുചെന്നാക്കിയിട്ട് വേണം എനിക്ക് കോടതി പോവാൻ. എന്തിനാ ഇങ്ങോട്ട് വന്നേ? അവൾ ഇങ്ങോട്ട് തന്നെയല്ലേ വരേണ്ടത്? കണ്ടവരുടെ വിടുപ്പ് നോക്കാനൊന്നും എന്നെ കിട്ടില്ല. അത്ര ത്യാഗിയൊന്നുമല്ല ഞാൻ. രവിയേട്ടാ, സീതേ, നമ്മൾ ഒരുമിച്ചുള്ള ജീവിതം ഇനി ബുദ്ധിമുട്ടാണ്. മിസ്റ്റർ രവീന്ദ്രനാഥ്, കുറെ കൂടി പക്വതയോടെ നിങ്ങൾ കാര്യങ്ങൾ കാണണം. സീത ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്കറിയാം. അവളെ അവഹേളിക്കുന്ന ക്രൂരതയാണ്. നിങ്ങളാണ് ഇനി അവളെ ആശ്വസിപ്പിക്കേണ്ടത്. അവൾക്ക് വേണ്ടത് നിങ്ങളുടെ സ്നേഹവും കാരുണ്യവുമാണ്. ടീച്ചർ, ഇത് കവിതയൊന്നുമല്ല, ജീവിതമാണ്. ഈ സമൂഹത്തിലാണ് ഞാനും ജീവിക്കുന്നത്. ഇവിടെ ഒരു പരിഹാസപാത്രമാവാൻ എനിക്ക് വയ്യ. ഞാനിവിടെ അടുക്കളക്കാരെ പോലെ